മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിനിമാ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. സൗബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. സിനിമാ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആണ് സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒടുവിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് എത്തിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി നടൻ സൗബിൻ ഷാഹിർ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. ഇതേ സ്റ്റേഷനിൽ സൗബിൻ അടക്കമുള്ളവരെ ഇന്നലെയും ഹാജരായിരുന്നു. പരാതിക്കാരന് പണം മുഴുവൻ താൻ നൽകിയതാണെന്ന് സൗബിൻ പറഞ്ഞിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇപ്പോൾ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതികൾ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ നിക്ഷേപിച്ച തനിക്ക് മുടക്കിയ തുകയും ലാഭവിഹിതവും നൽകിയില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ നിക്ഷേപിച്ച തനിക്ക് മുടക്കിയ തുകയും ലാഭവിഹിതവും നൽകിയില്ല എന്ന പരാതിയിൽ അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണം ആരംഭിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെ ഇന്നലെയും ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സിനിമാ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും അറസ്റ്റിൽ. മലയാള സിനിമയിൽ നിന്ന് 200 കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം മറുഭാഷ പ്രേക്ഷകർക്കിടയിലും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും അടക്കം ഒരു മലയാള ചിത്രം നേടുന്ന റെക്കോർഡ് കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം 50 കോടിയിലധികം നേടിയിരുന്നു. ചിത്രത്തിന്റെ ലൈഫ് ടൈം ആഗോള ഗ്രോസ് 240 കോടിയിൽ അധികമാണ്. നിലവിൽ എക്കാലത്തെയും വലിയ മലയാളം ഗ്രോസർ പട്ടികയിൽ എമ്പുരാന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഈ ചിത്രം.
ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നടത്തിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള തട്ടിപ്പ് ആയിരുന്നു എന്നാണ് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതികൾ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്.